ഹലോ എവരി വൺ, വെൽക്കം ടു ചിന്നു സ്വീറ്റ്സ് ആൻഡ് സ്പൈസി വേൾഡ്. നമുക്കൊക്കെ യാത്രകൾ ഇഷ്ടമാണ് അല്ലേ? അതും പ്രത്യേകിച്ചും കൂട്ടുകാരോടൊക്കെ ഒപ്പം ആകുമ്പോൾ പ്രത്യേക ഒരു സന്തോഷം കൂടെ ഉണ്ടാവും. ഒരു ദിവസത്തേക്കായിട്ട് പെട്ടെന്നൊന്ന് കറങ്ങി തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് കേട്ടോ. പാലായ്ക്കരി ഫിഷ് ഫാം ആൻഡ് അക്വാ ടൂറിസം സെൻറ്റർ. അത് അവിടെ എന്താണ് പെഡൽ ബോട്ട്, കുട്ടവഞ്ചി, കയാക്കിംഗ്, സ്പീഡ് ബോട്ട്, ഫിഷിംഗ് തുടങ്ങി ഫാം ഫുഡും ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും മീറ്റിംഗ് ഹാളും കിഡ്സ് പാർക്കും എല്ലാം ഒത്തുചേർന്ന മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ ഇത്. ഞങ്ങളുടെ അതിമനോഹരമായ ഒരു ദിനത്തിൻ്റെ ഓർമ്മയോടൊപ്പം അറിയാത്തവർക്കായി ഒരു കുഞ്ഞു ഇൻഫർമേഷനും കൂടി പങ്കുവയ്ക്കാമെന്ന് കരുതി. പറയാൻ മറന്നു, ഇത് മറ്റെങ്ങുമല്ല, വികസനങ്ങളിലേക്ക് ദിനംപ്രതി സഞ്ചരിക്കുന്ന നമ്മുടെ സ്വന്തം വൈക്കത്താണ് കേട്ടോ. ഇവിടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതി തന്നെയാണ്. വന്ന് തന്നെ അത് അറിയേണ്ടതുണ്ട് കേട്ടോ. ഇവിടെ ചിലവഴിക്കുന്ന ഓരോ നിമിഷവും നമുക്ക് എന്താ പറയുക, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഒരു പ്രത്യേക ഒരു സന്തോഷം അതാണ്. പിന്നെ എൻ്റെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ സമാധാനവും കുളിർമയും സന്തോഷവും ഒരുപോലെ നൽകുന്ന ഒരു ആംബിയൻസും അതോടൊപ്പം തന്നെ നല്ല എന്താ പറയുക എൻജോയ് ചെയ്യാനുള്ള സിറ്റുവേഷൻസും അവർ നമുക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. 300 രൂപ ടിക്കറ്റിൽ നല്ല രുചികരമായ ഭക്ഷണം ഉൾപ്പെടെ നമുക്ക് ഒരു ദിവസം ചെലവഴിക്കാവുന്നതാണ്. അവിടെ രാവിലെ 10 മുതൽ 6 വരെ ഇവിടെ സന്ദർശന സമയമുണ്ട്. ചേച്ചിമാര് സ്നേഹപൂർവ്വം വിളമ്പുന്ന വെൽക്കം ഡ്രിങ്ക് തൊട്ട് രുചികരമായ വറുത്ത മീനും ഫിഷ് കറിയും തോരനും ഉൾപ്പെടെയുള്ള ഫുഡും കൂടെ ഉൾപ്പെടുന്നതാണ്. പിന്നെ എന്താ ഒഴിക്കാനുള്ള കറികളും ഉണ്ട് കേട്ടോ. അതെല്ലാം കൂടെ ഉൾപ്പെടുന്നതാണ് ഇവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ 300 രൂപയ്ക്കകത്ത് തന്നെ കിട്ടുന്നതാണ്. പിന്നെ നമുക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ മീൻ വറുത്തതോ ഒക്കെ വേണമെങ്കിൽ അത് അവർ ആ കൂടെ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഈവനിങ് സ്നാക്കും കിട്ടും കേട്ടോ. നമുക്ക് പോരുന്നതിന് മുമ്പ് അതുകൂടെ കിട്ടും. പിന്നെ എന്താ കുട്ടികളെയൊക്കെ ആയിട്ട് വന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. നല്ല കാറ്റും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. ഫിഷിംഗ് ഒക്കെ എന്ന് പറയുന്നൊരു പ്രത്യേകമായിട്ടുള്ള ഒരു അനുഭൂതിയാണ്. അതുപോലെ തന്നെ ബോട്ടിങ് ഒക്കെ എല്ലാ ഫെസിലിറ്റിയും അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇത്ര മനോഹരമായിട്ട് ഒരു ദിവസം നമുക്ക് ഈ 300 രൂപയ്ക്ക് സ്പെൻഡ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് അല്ലേ? അതുപോലെ തന്നെ അവിടെ ഒരുപാട് പക്ഷികൾ വന്നു പോകുന്നു, ഒരുപാട് കാഴ്ചകൾ നമുക്കുണ്ട്. കൂട്ടുകാരോടൊപ്പം ആകുമ്പം പ്രത്യേകം ഒരു രസം കൂടെയുണ്ട്. അപ്പോൾ ഇവിടെ മനോഹരമായ സൗഹൃദങ്ങൾക്ക് അവരെപ്പോഴും നല്ല ആതിഥ്യം അരുളുന്നുണ്ട്. സന്തോഷത്തോടെ ഒരു ദിവസം ഒഴിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് വരാവുന്ന ഒരു ഡെസ്റ്റിനേഷനാണ് പാലായ്ക്കരി ഫിഷ് ഫാം. നമ്മുടെ എവിടെയാണ്, വൈക്കത്താണ്. ഇത് കണ്ടില്ലേ, ലഞ്ച് വിളമ്പുന്ന സമയത്ത് ഞാൻ പെട്ടെന്നാണ് ഇതാണ് നമ്മുടെ നോർമൽ ലഞ്ച് എന്ന് പറയുന്നത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് കറി, ഇതൊക്കെ സ്പെഷ്യലാണ് കേട്ടോ. ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചപ്പോൾ വളരെ നല്ലതായിരുന്നു. അപ്പം ഞാൻ ഇവിടുത്തെ ചേച്ചിമാരാണ്, ഇവരാണ് ആ ഫുഡിന്റെ പിന്നിലെ നല്ല എന്താ പറയാ മാജിക് ഹാൻഡ്സ്. അവരോട് നമുക്ക് ഇതിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയുകയും ചെയ്യാം. ഞങ്ങൾ ഇവിടെ പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. അവിടെ ലഞ്ചിന്റെ നല്ല തിരക്കാണ്. അപ്പൊ ഞങ്ങൾ അതിനകത്തുനിന്ന് ഒരു ചേച്ചി ഇങ്ങോട്ട് കൂടെ എടുത്തോണ്ട് പോന്നിട്ടുണ്ട്. ചേച്ചിയോട് നമുക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ചോദിച്ചിട്ടറിയാം. ചേച്ചി ഇവിടുത്തെ ഒന്ന് ഇതിനെ കുറിച്ചൊന്ന്. ഇവിടെ രാവിലെ 10 മണി മുതൽ കേറും. അവിടെ ഗേറ്റിൽ കേറും. സെന്ററിൽ കയറി വന്നിട്ട് അവിടെ അവധി ദിവസം 300-ന്റെ ടിക്കറ്റാണ്. ആ ടിക്കറ്റിൽ ഇവിടെ വരുമ്പോൾ ഒരു വെൽക്കം ഡ്രിങ്ക്സ് ഉണ്ട്, പിന്നെ ഉച്ചക്കൂണുണ്ട്, ഒരു ഐസ്ക്രീം ഉണ്ട്, ഇവിടെ പെഡൽ ബോട്ടുണ്ട്, കയാക്കുണ്ട്, പിന്നെ ചിക്കാരി ബോട്ട് വിളിച്ചു കൊടുക്കും. അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെ 10 മണി മുതൽ 6 മണി വരെ വരുന്ന ഗസ്റ്റിന് സമയമുണ്ട്. അങ്ങനെ ഈ 300 രൂപ എന്ന് പറയുമ്പോഴേക്കും ഒരിക്കലും വിചാരിക്കരുത് ഇത്രയും പറഞ്ഞപ്പോ ഫുഡ് മാത്രമല്ല ഇവിടെ പിന്നെ കേറുന്നതിനും കൂടിയാണ് ഈ 300 രൂപ അവധി ദിവസം മേടിക്കുന്നത്. അല്ലാതെ ഊണിന്റെ മാത്രമല്ല. ഊണിനെ കുറിച്ച് സ്പെഷ്യൽ ആയിട്ട് കാര്യം പറയാൻ ഞാനിങ്ങനെ ധൃതിയോടെ വെയിറ്റ് ചെയ്യുന്നത്. കാരണം വെച്ചാല് ഊണെന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഇത്രയും കാര്യങ്ങളുടെ കൂടെ 300 രൂപയ്ക്കകത്ത് എന്ത് ഊണായിരിക്കും എന്ന് വിചാരിക്കരുത്. ഫിഷ് ഫ്രൈ, ഫിഷ് കറി, അങ്ങനെ അതൊക്കെ സ്പെഷ്യലായിട്ടാണ് കൂടിയുള്ള ഊണാണ്. അത് നമുക്ക് സ്പെഷ്യലായിട്ടുള്ളതാണ്. ഞണ്ട്, കക്കയിറച്ചി, കരിമീൻ, ചെമ്മീൻ, റോസ്റ്റ്, പിന്നെ മീൻ ഫ്രൈ വേറെ. നമുക്ക് പൂമീനുണ്ട് ഫ്രൈ ചെയ്ത് കൊടുക്കാൻ, അതൊക്കെ സ്പെഷ്യലാണ്. ടൈഗർ പോൺസ് ഉണ്ട്, അത് ഫ്രൈ ചെയ്ത് കൊടുക്കും. അത് 5 എണ്ണം 300 രൂപയാണ്. അങ്ങനെയൊക്കെ നമ്മളത് ചെയ്ത് കൊടുക്കും. എന്താ പിന്നെ ഇറച്ചി ഐറ്റങ്ങള് വെജിറ്റേറിയൻസ് അതിന് നമുക്ക് ഇങ്ങോട്ട് വിളിച്ച് ബുക്ക് ചെയ്താൽ നമ്മൾ കോളിഫ്ലവറാ എന്തെങ്കിലും മേടിച്ച് ചെയ്തൊക്കെ കൊടുക്കും. അത് ഫ്രൈ ആക്കിയ അല്ലാതെ കറിയായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇതൊക്കെ ചെയ്യും. ഇറച്ചി ഐറ്റങ്ങൾ, ചിക്കൻ, കോഴി, ഇതെല്ലാം എന്താ അവര് പറയുന്നതെന്ന് വെച്ചാൽ അത് നമ്മൾ
ചെയ്യാൻ തയ്യാറാണ്. അത് ഒരു special കുഴപ്പമില്ല. ആയിട്ട് അതൊക്കെ അല്ലേ? സ്പെഷ്യലാണ്. ഈ ഊണില് നമുക്ക് ഒരു കഷ്ണം വറുത്തത്, ഒരു കഷ്ണം വെച്ചത്, അച്ചാറ്, തോരൻ, സാമ്പാറ്, പുളിശ്ശേരി, ഇതൊക്കെയാണ് നമ്മുടെ ഊണിലുള്ള 300 രൂപയ്ക്ക് അത്. അതെ, അത് ഊണിന് മാത്രമല്ല 300 രൂപ. ഇവിടെ കയറി ബോട്ടിങ് എല്ലാം കൂടിയാണ് 300. അതെ അതെ, ഇവിടത്തെ എല്ലാം ഇവിടത്തെയാണ്. ഇവിടെ പിലോപ്പി ഉണ്ട്, പൂമീനുണ്ട്, വേറെയുള്ള വറ്റയുണ്ട്, അങ്ങനെ പല സൈസ് മീനുണ്ട്. എന്ത് മീനാ നമുക്ക് ഇവിടെ കിട്ടുന്നതെന്ന് വെച്ചാൽ ആ മീന് ആണ് അന്നത്തെ ദിവസം. അത് ഏറ്റവും കൂടുതൽ നമുക്ക് പൂമീനും പിലോപ്പിയാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത്, ചെമ്മീനും. അത് നമ്മുടെ ഇവിടെ ഉള്ളതാണ് ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഫ്രഷ് ആയിട്ട് കരിമീൻ, ഇതൊക്കെ നമ്മുടെ ഇവിടുത്തെയാണ്. ഒന്നും നമുക്ക് വെളിയിൽ നിന്നില്ല. ഈ മീറ്റ് ഐറ്റങ്ങൾ മാത്രമേ നമ്മൾ കക്കയിറച്ചിയെ പുറത്തുനിന്ന് വാങ്ങുള്ളൂ. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഞണ്ട് ഇവിടുന്ന് തന്നെയുള്ളത്. അങ്ങ് പുറത്തുനിന്ന് ഞണ്ട് വാങ്ങൂല, ഇവിടുത്തെ ഞണ്ടാണ്. അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ചേച്ചി വളരെ സന്തോഷം. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ദേവകി. ഞാനിവിടെ കാട്ടിക്കുന്നുകാരിയാണ്. ഞങ്ങൾക്ക് അതെ, ഞങ്ങൾ എല്ലാവരും 5 പേരും ഇവിടെ ഉള്ളതാണ്. ഞങ്ങൾക്ക് ഇത് 15ാമത്തെ വർഷമാണ് ഇത് ഞങ്ങൾ തുടങ്ങിയിട്ട്. അതെ, ഇത് തുടങ്ങിയിട്ട് ഞങ്ങൾ ആദ്യം അപ്പുറത്തായിരുന്നു. അത് കഴിഞ്ഞാണ് ഇവിടെ തുടങ്ങിയത്. ഞങ്ങൾ അതെ വിപുലം അവിടെ ആയിരുന്നു. കൊറോണയ്ക്ക് മുമ്പ് വരെ ഞങ്ങൾക്ക് നല്ല വിപുലമായിട്ടായിരുന്നു. കൊറോണ കഴിഞ്ഞപ്പോ ഒന്ന് ആള് കുറഞ്ഞ് ഇപ്പൊ എറണാകുളത്ത് നിന്ന് ഒരു ബോട്ട് വരുന്നുണ്ട്. അവിടെ നിന്ന് 100 പേര് 100 ചില്ലാനം പേരൊക്കെ അവിടെ നിന്ന് വരും. അത് 1000 രൂപയാണ്. ഇവിടെ വരുമ്പോ നമ്മൾ ഉച്ചക്ക് ഊണ് കൊടുക്കണം. വരുമ്പോ ഒരു നാരങ്ങ വെള്ളം, അത് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഊണ്, പോകാൻ നേരം ഒരു പഴംപൊരി. അത് അവര് നേരത്തെ അതെ നേരത്തെ ആര് വിളിച്ച് ബുക്ക് ചെയ്യണോ അവർക്ക് എന്ത് വേണമെങ്കിലും ഒരു ദിവസം മുമ്പ് പറഞ്ഞാൽ ചെയ്തു കൊടുക്കും. അതിനൊന്നും ഒരു കുഴപ്പമില്ല. അല്ലാതെ നമുക്ക് ഇവിടെ ഭക്ഷണം ഉണ്ടാക്കി വെച്ചോണ്ടിരുന്നാല് ആരും വന്നില്ലെങ്കിൽ നമ്മുടെ സാധനം വേസ്റ്റ് ആയി പോകും. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യുകയല്ല. ഇന്നുണ്ടാക്കണത് നമുക്ക് നാളെ കൊടുക്കാൻ പറ്റൂല. അപ്പൊ എല്ലാം ഫ്രഷ് ആയിട്ടാണ്. ഇപ്പൊ കഴിച്ച നിങ്ങൾക്ക് അറിയാലോ ഏത് സൈസ് ആണെന്ന്. ഞാൻ വീഡിയോ എടുക്കണമെന്ന് കരുതിയതല്ല. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നതാണ്. അപ്പൊ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ എടുത്തിടണം, പലരും അറിയണം എന്ന് തോന്നിയതുകൊണ്ട് മാത്രം എടുത്തതാണ്. എന്താ വേണ്ടത് എന്ന് പറഞ്ഞാൽ അതെല്ലാം നമുക്ക് ചെയ്തു കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പൊ നമ്മൾ ഈ പാക്കേജിൽ നമുക്ക് ഊണാണ് ഇതിൽ തുടങ്ങിയ കാലം തൊട്ടുള്ളത്. അപ്പൊ അതല്ല വേറെ എന്തെങ്കിലും നമുക്ക് പ്രത്യേകിച്ച് പാക്കേജിൽ അല്ലാതെ വേണോന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തു കൊടുക്കും. അതെല്ലാം സ്പെഷ്യലായിട്ടാണ്. പാക്കേജിൽ നമുക്ക് ഊണും മീൻകറി, മീൻ വറുത്തത്, ഇതൊക്കെയാണ്. ഓക്കെ ചേച്ചി, താങ്ക് യു സോ മച്ച്. അപ്പം ഇതിന്റെ ഡീറ്റെയിൽസും ഫോൺ നമ്പറും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു.